ഇന്നലെ പോത്തൻകോട് ഒരു ധന്യമായിട്ടുള്ള ഒരു സ്ഥലത്തൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പ്രഭാഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 7 മണിക്ക് ആണ് പ്രഭാഷണം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തി. 7:45 നോട്ടീസിൽ വെച്ചിരുന്നത്. 7:45 വരെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 7:40 ആ പ്രദേശത്ത് ഒരു 100-500 പേര് പ്രഭാഷണം കേൾക്കാൻ മാത്രം, അന്നദാനം ഒന്നുമില്ല, പ്രഭാഷണം കേൾക്കാൻ മാത്രം ഒരു വലിയ സമൂഹം വന്നിരുന്നു. അവരുടെ എല്ലാവരുടെയും മുഖത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും വൈകി തുടങ്ങിയതിൽ ഞാൻ അല്പം പരിഭവം പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം തുടങ്ങിയത്. പക്ഷെ പിന്നീട് അറിഞ്ഞു നമ്മുടെ പ്രഭാഷണം അവിടെ വെക്കുന്നതിൽ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല, ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. പ്രഭാഷണം 1.5 മണിക്കൂർ നല്ല രീതിയിൽ പ്രഭാഷണം നടന്നു. പലരും നമ്മൾ പറയുന്നത് മൊബൈൽ ഫോണിലൂടെ പാർട്ടി ഓഫീസിലേക്ക് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അത്രയും കാര്യമായിട്ട് രാഷ്ട്രീയം ഒന്നും പറയാതെയായിരുന്നു ക്ലാസ് എടുത്തത്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ശബരിമലയിലെ കാര്യങ്ങൾ, തൃശ്ശൂർ പൂരത്തിലെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിവരിക്കുകയും ചെയ്തിരുന്നു. ധാർഷ്ട്യമില്ലാതെ, പകയില്ലാതെ, വസ്തുതകളായിട്ട് ഹൈന്ദവ ജനതയുടെ വിജയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം. അതെല്ലാം പാർട്ടി ഓഫീസുകളിലേക്ക് ആരൊക്കെയോ മൊബൈലിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു, കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഒരു അസാധാരണ റെസ്പോൺസായിരുന്നു സദസ്സിൽ നിന്നുണ്ടായത്. അതിൽ കുറേ പാർട്ടിക്കാർ, വളരെ സീനിയർ അജാനുബാഹുക്കളായിട്ടുള്ള വ്യക്തികൾ വന്ന് പറഞ്ഞു, സാർ എന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഒരു സ്ഥലത്തും 10 മിനിറ്റിൽ കൂടുതലൊന്നും പ്രഭാഷണം കേൾക്കാൻ ഇരിക്കാറില്ല, 15 മിനിറ്റ് കൂടുതലൊന്നും ക്ലാസ് കേൾക്കാൻ ഇരിക്കാറില്ല. പക്ഷെ ഇവിടെ 1.5 മണിക്കൂർ ഇരുന്നു, എഴുന്നേറ്റ് പോകാൻ തോന്നണില്ല. ഞങ്ങൾ കുറേ പേര് ആ രീതിയിൽ വന്നിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു 1.5-1.25 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങളല്ലേ സത്യം എന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. ഇനി സാറിൻ്റെ പ്രഭാഷണം എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ വരാം. സാറ് പറഞ്ഞ ഒരു വലിയ വരി, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായി തന്നെ തുടരുക, കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ട് തന്നെ തുടരുക, BJPക്കാരാണെങ്കിൽ BJPക്കാരായിട്ട് തന്നെ തുടരുക. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയവും ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകം അത് നമ്മുടെ എല്ലാവരുടെയും പൈതൃകമാണ്. നമ്മളുടെ അമ്മയെ അടുത്ത് നിർത്തിയിട്ട് ഇതെൻ്റെ അമ്മയല്ലെന്ന് പറയാൻ അവകാശമില്ല. എൻ്റെ അമ്മയോട് ബഹുമാനം ഇല്ല, ഇഷ്ടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ അമ്മയല്ലെന്ന് പറയാൻ അവകാശമില്ല, അതിന് നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് സാധിക്കില്ല എന്ന് സാറ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമല്ലേ. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമോ ഇല്ലയോ, ഏത് പാർട്ടിയാണെന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾ ഒത്തിരി പേരുടെ കണ്ണു തുറന്നു സാറേ. ഇത് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ ഈ പ്രഭാഷണം നടക്കുന്നതിനിടയ്ക്ക് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് കേൾക്കാൻ പോകരുത് എന്ന്, ഇത് കേൾക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപ്പോഴേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പോയത് എന്നായിരുന്നു ചോദ്യം. അത് കേട്ടപ്പോൾ കുറേ സന്തോഷം തോന്നി. ഇത്രയും കാലം ദശാബ്ദങ്ങളോളം ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയിലുണ്ടായിരുന്ന വ്യക്തികൾ ഒരു 1-2-3 കമന്റുകൾ, 1.5 മണിക്കൂർ പ്രഭാഷണത്തിലെ 1-2-3 കമന്റുകൾ കേട്ടപ്പോൾ തിരിച്ചറിവ് ഉണ്ടായി എങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കാച്ചിയ പപ്പടം മാതിരിയാണ്, കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ കാച്ചാത്ത പപ്പടം മാതിരിയാണ്, BJPക്കാരെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണ പപ്പടം മാതിരിയാണ്. കാച്ചിയ പപ്പടമാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാച്ചിയ പപ്പടത്തിൻ്റെ മുകളിൽ കൈവച്ചാൽ അത് പൊട്ടും. അവരിൽ മാറ്റം വരുത്താൻ ഒരു കുഴപ്പമില്ല, കാരണം അവരുടെ അകത്തൊന്നുമില്ല. ആരൊക്കെയോ പറഞ്ഞു കയറ്റിയ കുറേ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ മുദ്രാവാക്യങ്ങൾ, നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് വെറും മണ്ണാങ്കട്ട KPAC നാടക ട്രൂപ്പിൻ്റെ കുറേ പാട്ടുകളും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുടെ അകത്തൊന്നുമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അതുകൊണ്ടാണ് ഇവരുടെ മക്കളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് ഇവരെ പലപ്പോഴും നമുക്ക് തകർത്ത് താഴെ ഇടാൻ സാധിക്കും. പക്ഷെ അവർ വരില്ല പ്രഭാഷണത്തിന്. അവർ പ്രഭാഷണത്തിന് വരില്ല. ദേശാഭിമാനിയും കൈരളി ചാനലും അല്ലാതെ മറ്റേത് പലപ്പോഴും കാണില്ല, കേൾക്കില്ല, വായിക്കില്ല. പക്ഷെ ഇതൊന്നും സംഭവിച്ചത് അങ്ങനെയാണ്.
നമുക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ മാറ്റാൻ എളുപ്പമാണ്, കോൺഗ്രസ്സുകാരെ മാറ്റാൻ സാധിക്കില്ല. ഒരു പ്രത്യേക രീതിയിൽ ഒരു കുടുംബ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഇരുന്ന് ചീഞ്ഞളിഞ്ഞ സ്വഭാവമുള്ള എല്ലാവിധ അഴിമതികളും ചെയ്ത് തിരിച്ച് ഒരു കാലിലും അന്തമുള്ളവനെ രണ്ട് കാലിലും അന്തമുള്ള നേതാക്കന്മാര് അഴിമതിക്കാരെന്ന് വിളിച്ചു പറയാൻ ഈ പത്രോടയോ പിത്രോടയോ എന്തോ കൊടുക്കുന്ന നിർദ്ദേശം മാത്രം മന്ദബുദ്ധിയായി ഇറ്റലിക്കാരിയുടെ മകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നതിനെ ശരിയാക്കിയിട്ട് ജീവിക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ആ പാർട്ടിയുടെ കൊടിക്കീഴിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാച്ചാത്ത പപ്പടം മാതിരിയുള്ള കോൺഗ്രസ്സുകാരൻ. ഇനി വെള്ളത്തിൽ വീണ പപ്പടം മാതിരി തന്നെയാണ് ബി ജെ പിക്കാര്. അവരെന്ത് ധരിച്ചോ അത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാം. ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയമാകാതെ, അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ ഒന്നും നടത്താതെ എന്ത് സംഭവിച്ചോ അതിനു വേണ്ടി മാത്രം ഒരു വിഭാഗം ആൾക്കാർ അതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കാം. അതുകൊണ്ട് അവരെ മാറ്റാൻ സാധിക്കില്ല. മാറ്റാൻ എളുപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയാണ്. അരമണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പലപ്പോഴും ഇവരെ മാറ്റാൻ സാധിക്കും. പക്ഷെ മുമ്പിൽ വന്നിരുന്നാൽ ഇന്നലെ കണ്ട അനുഭവം അതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടി വന്ന് പറഞ്ഞു, സാറേ ഇനി മുതൽക്ക് നമ്മുടെ പ്രഭാഷണം 7:45 ആവില്ല, 7 എന്ന് വെച്ചാൽ കൃത്യം 7 മണിക്ക് നടത്താം. എത്ര പേരാ വന്നത്, സാറ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ 7:45 പ്രഭാഷണം എങ്കിൽ 7:45 അറിയിക്കുക. 7:45 നോട്ടീസിൽ വെച്ചിട്ട് 7 മണിക്ക് ഞങ്ങളുടെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് എന്തിനാ വെറുതെ ഇരിക്കുന്നത്? പക്ഷെ നല്ല അതൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭൂതിയോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഈ വർക്കലയിലെ ഭദ്ര ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉണ്ടായ ധന്യമായ ഫുൾ പോസിറ്റീവ് അനുഭവം. ഇവിടെ ഇനീഷ്യലി ഒരു ചെറിയ നെഗറ്റീവ്, പിന്നെ ഫുൾ പോസിറ്റീവ് അനുഭവമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ സ്വീകരിക്കാൻ പാകത്തിന് ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും എത്തുന്ന കാഴ്ച ഡെയിലി കാണുന്നുണ്ട്. പ്രണാമം.